ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രോസിക്യൂഷനെ വിമർശിച്ച് കോഴിക്കോട് ജില്ലാ കോടതി. സർക്കാർ കസ്റ്റോഡിയനായ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉദ്യോഗസ്ഥരെ ആരെയും പ്രതി ചേർത്തിട്ടില്ലല്ലോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ചോദ്യം പ്രവചിക്കുന്നത് കുറ്റകരമല്ലെന്നും കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഗൂഢാലോചന വകുപ്പ് ചുമത്തിയതിൽ അഡീഷണൽ റിപ്പോർട്ട് നൽകാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജനുവരി 3 മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഈ ചോദ്യങ്ങൾ നേരത്തെ പ്രവചിച്ചു എന്നുള്ളതായിരുന്നുവല്ലോ കുറ്റം. പക്ഷെ അത് എങ്ങനെ കുറ്റമാകുമെന്ന ചോദ്യമാണല്ലോ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കോടതി. മഞ്ജുഷ, ഈ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഷുഹൈബ് ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് ആരോപിക്കുന്നത്. പക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെ ഗൂഢാലോചന നടത്തുമെന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം സർക്കാരാണ് ഈ ചോദ്യപേപ്പറുകളുടെ കസ്റ്റോഡിയൻ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൈവശമാണ് ഈ ചോദ്യപേപ്പർ ഇരിക്കുക. അങ്ങനെയെങ്കിൽ ആ ഉദ്യോഗസ്ഥരിൽ നിന്നും എങ്ങനെ ഷുഹൈബിലേക്ക് ചോദ്യപേപ്പർ എത്തിയെന്ന ചോദ്യത്തിന് ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ മറുപടി ഇല്ല എന്ന് കോടതി പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥരെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല എന്നും കോടതി ചോദിച്ചിരുന്നു. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട വിശദമായ അധിക സത്യവാങ്മൂലം നൽകണമെന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഷുഹൈബ് കോടതിയിൽ വാദിച്ചത് താൻ മറ്റു ചില ഓൺലൈൻ ചാനലുകളുടെയും മുൻവർഷങ്ങളുടെ ചോദ്യപേപ്പറുമൊക്കെ പരിഗണിച്ച ശേഷം അവ കൂട്ടി ഒരു പുതിയ പ്രവചന ചോദ്യപേപ്പർ ഉണ്ടാക്കുകയാണ് ചെയ്തതെന്നാണ് വാദിച്ചത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ പ്രവചനം നടത്തുന്നത് എങ്ങനെ കുറ്റമാകും എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്നും വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയിലാണ് കോടതി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്.